മോഹൻലാൽ ആനകളെ നേരിട്ട് കൊന്നതൊന്നുമല്ലല്ലോ എന്ന് വാദിച്ചവരോട് വേടനും പുലിയെ കഴുത്തുഞെരിച്ച് കൊന്ന ശേഷം പല്ല് പറിച്ചെടുത്തുന്നതൊന്നുമല്ല എന്ന് പറയേണ്ടതില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി എന്നാണ്. പിന്നെ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത 6 ഗ്രാം കഞ്ചാവിന്റെ കാര്യം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ആ സർക്കിൾ ഏമാൻ നടത്തിയ ഡയലോഗാണ് മനസ്സിൽ വരിക. ഓ, കോടതിയിലെത്തുമ്പോൾ അത് വേടനുമായിട്ടൊക്കെ കൂട്ടിയിണക്കാനാകുമോ എന്ന് കണ്ടറിയണം കോശി എന്ന ഡയലോഗ്. ഫ്ളാറ്റിൽ വേടനെ കൂടാതെ ധാരാളം പേരുണ്ടായിരുന്നു, 9 പേർ. ഇതാണ് കാര്യത്തിലെ സത്യം. പിന്നെ ഇത്രയും ഇളകിയാട്ടവും തെറിയഭിഷേകവും അധിക്ഷേപവും ഉണ്ടാകാനുള്ള കാരണം വേടന്റെ പാട്ടിലെ വരികളും അതുയർത്തിയ പലരെയും പൊള്ളിക്കുന്ന അലകളും തന്നെയാണ്. അല്ലാതെ സവർണ മലയാളിയുടെ മനസ്സിൽ പൊടുന്നനെ ഉയർന്ന സദാചാര ചിന്തയോ വന്യജീവി സ്നേഹമോ ഒന്നുമല്ല, ലഹരി വിരുദ്ധതയുമല്ല. വേടൻ കഴുത്തിലണിഞ്ഞ മാലയിലുള്ള പല്ല് പുലിയുടേതായതിനാൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ള വനം വകുപ്പ് തന്നെയാണ് 2012 മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നടന്ന ആദായ നികുതി റെയ്ഡിനിടയിൽ തടഞ്ഞ 4 ജോഡി രേഖകളില്ലാത്ത ആനക്കൊമ്പുകൾ കാരണം അയാളുടെ പേരിലുണ്ടായ കേസിൽ അയാളെ കുറ്റവിമുക്തനാക്കാൻ സർക്കാരിനോടൊപ്പം കഠിന പരിശ്രമം ചെയ്തത്. കോടതി വിസമ്മതിച്ചതിനാൽ ആ കേസ് ഇപ്പോഴും നിലവിലുണ്ടെന്ന കാര്യം വേടനെ പച്ചത്തെറിയഭിഷേകവും അധിക്ഷേപവും നടത്തുന്നവർ മറക്കണ്ട. ആ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് വർഷം 2 ആകാറായി. താൻ അത് മറ്റു 2 പേരുടെ പക്കൽ നിന്നും വാങ്ങിയതാണെന്നും അതിനാൽ താൻ നേരിട്ട് വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ചിട്ടില്ലെന്നുമുള്ള മോഹൻലാലിന്റെ വാദഗതി വേടനെ തെറിയഭിഷേകം നടത്തുന്ന സന്മാർഗികൾക്ക് ഏറെ രുചികരമായിരിക്കും. എങ്കിലും താൻ കഴുത്തിലണിയുന്ന പുലിപ്പല്ല് താൻ വാങ്ങിയതാണെന്ന വേടന്റെ വിശദീകരണം അങ്ങനെ അയാൾ പറഞ്ഞതായിട്ടാണ് വാർത്തകളിൽ വന്നത്. അയാൾക്ക് അത് സമ്മാനമായി കിട്ടിയതായി എന്ന് അദ്ദേഹം പറഞ്ഞ വിശദീകരണം അവർക്ക് ഓക്കാനമുണ്ടാക്കുന്നു എന്നത് എത്ര കൗതുകകരമായ വസ്തുതയാണ്.